ഹലോ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇരുന്നപ്പോൾ ചേച്ചിയുടെ മക്കൾക്ക് ഒരു ആഗ്രഹം, ഇപ്രാവശ്യം നമ്മുടെ വീട്ടില് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും വെക്കാന്നേ. പണ്ടൊക്കെ നമ്മള് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം, അതേപോലെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ പറമ്പിലേക്ക് നേരെ പോയി ഈറ്റക്കമ്പും വലിയ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കളിമണ്ണ് വെച്ച് മാലാഖമാരും ആട്ടുംകുട്ടിയും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ എല്ലാ സാധനങ്ങളും റെഡിമെയ്ഡ് കിട്ടുമല്ലോ. നമ്മൾ വാങ്ങിച്ചു കുറച്ചധികം സാധനങ്ങൾ, ഇതെല്ലാം കൂടെ വാങ്ങിച്ചപ്പോൾ 1000 രൂപ ആയുള്ളൂ. അതെനിക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് തോന്നി. ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. ഇതാണ് ട്രീയുടെ ഹൈറ്റ് വരുന്നത്. നമ്മൾ വീട്ടിൽ വെക്കാനായതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ട്രീ ആണ് വാങ്ങിച്ചത്. ഇതാകുമ്പോൾ നമുക്ക് എടുത്ത് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. ഇങ്ങനെ റെഡിമെയ്ഡ് പുൽക്കൂടും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ആ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഓരോ സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതിനകത്ത് നോക്കിയിട്ട് നമ്മൾ ഓരോന്നും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്പ് നോക്കി നമ്മൾ ജസ്റ്റ് ആ സ്ക്രൂ ഒക്കെ വെച്ചാൽ മതി. ഇത് ചെയ്തു വന്നപ്പോഴത്തേനും അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. ഈ പുൽക്കൂടിന് ഏകദേശം ഒരു 200 സംതിങ് രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് അത്യാവശ്യം അടിപൊളിയാണ്. കാര്യം അടുത്ത വർഷത്തേക്ക് എടുത്ത് വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണല്ലോ. എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങനെ തന്നെ നോക്കിയാണ് വാങ്ങിച്ചത്. അടുത്ത വർഷത്തേക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇതാണ് നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്ത് വന്നപ്പോഴുള്ള നല്ല രസമില്ലേ. പുല്ലൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ട്രീ മേടിച്ചു. ട്രീയുടെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സാന്താക്ലോസിനെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ചെറിയ ട്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും അതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പുൽക്കൂടിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്രീനും വൈറ്റും മേടിച്ചിരുന്നു. അത് വെച്ചിട്ട് ഇതൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും കാണാനായിട്ട് ഒരു ഭംഗിയില്ലായിരുന്നു. അങ്ങനെ പിള്ളേർ ഒരു പാവയ്ക്കകത്ത് കുറച്ച് പഞ്ഞിയൊക്കെ എടുത്തിട്ട് നമ്മൾ മാലാഖമാരെ എല്ലാവരെയും അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് 150 രൂപ ആണ് ആയത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അതായത് കത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും കടയിൽ വെച്ച് തന്നെ കത്തിച്ച് കാണിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നേ. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കിനും അതിനൊന്നും കൂടെ ഭംഗി കൂടി. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങിച്ചെന്ന്, അതാണ്. അതിന്റെ വൈറ്റും ഗ്രീനും ആണ്. കുറച്ചൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് അതൊക്കെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. മാലാഖിനെയൊക്കെ അങ്ങനെ നമ്മൾ പുൽക്കോട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ഒരു സന്ധ്യ മയങ്ങിയായിരുന്നു. ആ സമയത്ത് ലൈറ്റ് ഇട്ടപ്പോഴും തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു. ഇത് കണ്ട ബോളിനകത്ത് അതിനകത്ത് കുറച്ച് ഏറെ ലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാവും. അവിടെ ഒരുപാട് വെറൈറ്റി ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒത്തിരി വെറൈറ്റി ലൈറ്റുകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ ഇതിനെയൊക്കെ നമ്മൾ അവിടെ കത്തിച്ചു വെച്ചു. ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് പുറത്ത് നിന്നപ്പോഴത്തേന് അത്യാവശ്യം നല്ല കൊതുകിന്റെ ശല്യം ഉണ്ടായിരുന്നു. അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു തേങ്ങയുടെ തൊണ്ടില്ലേ അതിട്ട് പുകച്ചോണ്ടിരിക്കുകയാണ്. അതൊക്കെ പുകച്ച് അങ്ങനെ നിന്നപ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ഓരോരോ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഇരുട്ടാകുമ്പോഴത്തേക്കിനും ഒരു ഭംഗിയല്ലേ. അപ്പൊ ഓരോ വ്യൂ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുകയാണ്. ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടില് ഗ്രില്ലാണുള്ളത്. അപ്പൊ ഗ്രില്ലിൽ കൂടെ നോക്കുമ്പോഴത്തേനും അതിനൊരു വേറെ ഭംഗിയാണല്ലോ. അപ്പൊ ഗ്രില്ലിന് അവിടെയൊക്കെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇതൊക്കെയായിരുന്നു ഒരു 6:30 ആയപ്പോഴത്തേക്കിനും ഉള്ള വ്യൂ. സന്ധ്യ മയങ്ങിയപ്പോഴത്തേക്കിനും കുറെ കൂടെ ഭംഗിയായിട്ടുണ്ടായിരുന്നു നൈറ്റ് വ്യൂ. നമ്മൾ ഇതിന്റെ ഒപ്പം ഒരു സ്റ്റാർ വാങ്ങണം എന്ന് അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പോ കടയിൽ കയറിയപ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ കിട്ടിയില്ലായിരുന്നേ. പിന്നീട് നമ്മളത് വാങ്ങിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബൾബിനെയൊക്കെ ഞാൻ ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ച്, അതാകുമ്പോൾ ഓരോരോ ബൾബായിട്ട് അതിനകത്ത് കത്തി നിൽക്കുമ്പോഴത്തേക്കിനും ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ച്. നമ്മള് ഇത് നിലത്തല്ല വെച്ച്, അവിടെ അത്യാവശ്യം പട്ടിയൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടി കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് ഗ്രില്ലിന്റെ ഒപ്പം തന്നെ പൊക്കത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് രാത്രി ആയപ്പോഴത്തേക്കിനും ഉള്ള ഭംഗിയെ. അതിനിപ്പോ എന്നതൊക്കെയാണെന്നുണ്ടെങ്കിലും ക്രിസ്മസിന്റെ ഒരു വൈബ് വേറെ തന്നെയാ അല്ലെ. ഇടുക്കിയിലെ വൈബ് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഡിസംബർ 1 ആകുമ്പോഴത്തേനും കരോളും അതേപോലെ തന്നെ പടക്കം പൊട്ടീരും പ്രത്യേക ഫീലാണല്ലോ. മഞ്ഞും തണുപ്പും ഒക്കെ അത്രയൊന്നും ഇല്ല ഇവിടുത്തെ വൈബ്. എങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്രിസ്മസ് അറ്റ്മോസ്ഫിയർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്